ദീപ നായർ ചാക്കോച്ചൻ്റെ നായികയാണ്. 26 കൊല്ലം മുൻപ് പ്രിയം എന്നൊരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒറ്റ പടത്തിൽ മാത്രമേ അഭിനയിച്ചുള്ളൂ. പ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കുട്ടികളൊക്കെ ആയിട്ട് നല്ലൊരു സിനിമയാണ് അത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു നടക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആ സിനിമ ഇറങ്ങിയപ്പോഴും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു നടക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ദീപയ്ക്ക് ചാക്കോച്ചൻ്റെ കൂടെ അഭിനയിക്കാനൊരു മോഹം പറഞ്ഞപ്പോൾ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു അതിനിപ്പോൾ എന്താ മോളെ, നമുക്ക് തന്നെ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ ചാക്കോച്ചനെ വെച്ചിട്ട്. അങ്ങനെ എടുത്ത പടമാണ് ഈ പ്രിയം എന്നാണ് പറയണത്. ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പൊങ്കാല ഇടാനായിട്ട് നമ്മുടെ ദീപ ഇവിടെ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചോദിക്കുന്ന ഒറ്റ കാര്യമാണ്, അച്ഛൻ്റെ ഒരു പടത്തിൽ മാത്രമേ അഭിനയിക്കുള്ളൂ, പുറത്തുള്ള പടങ്ങളൊന്നും അഭിനയിക്കില്ലല്ലെന്ന്. അപ്പോൾ പറഞ്ഞു അതെൻ്റെ അച്ഛൻ്റെ പടമല്ല, അത് എൻ്റെ അച്ഛനല്ല അതിൻ്റെ പ്രൊഡ്യൂസർ. എങ്ങനെയാണ് ഈ കഥ വന്നതെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ചോദിച്ചു പിന്നെന്തൊരു പടത്തിൽ അഭിനയിക്കാൻ? അതിൻ്റെ കാരണമുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എഞ്ചിനീയറിങ്ങിന് പഠിക്കുകയായിരുന്നു. ഈ ഒരു പടം കഴിഞ്ഞ് എഞ്ചിനീയറിങ്ങിന് പോയി. ആ എഞ്ചിനീയറിങ് പൂർത്തിയായി വന്നതിന് ശേഷം എന്നെ പിന്നെ ആരും വിളിക്കാണ്ടായി. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ സിനിമാവിനെ അതോടെ നിർത്തിയതാണെന്ന്. അപ്പോൾ ആ പ്രിയത്തിൽ കണ്ടേക്കാളും സുന്ദരിയായിട്ടും മൂപ്പര് വന്നിരുന്നിട്ട് ഇതൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കര കൗതുകം. ഇപ്പോഴും വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാക്കോച്ചൻ്റെയോ അതുപോലെ തന്നെ ഇപ്പോഴുള്ള യുവ നടന്മാരെയും ഒക്കെ നായികയായിട്ട് അഭിനയിക്കാനുള്ള കഴിവുമുണ്ട്, അതുപോലെ തന്നെ മുഖസൗന്ദര്യമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്കിന്ന് മനസ്സിലാക്കാൻ രണ്ട് കുട്ടികളുണ്ട്. അപ്പോൾ ആ 2 കുട്ടികളായിട്ട് ഇപ്പോൾ ഫോറിനിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ 3 കൊല്ലമായിട്ട് അടുപ്പിച്ച് ഇവിടെ ഈ പൊങ്കാല ഇടാനായിട്ട് വരുന്നുണ്ട്. മക്കൾക്ക് വേണ്ടിയിട്ടാണ് പൊങ്കാല ഇടണമെന്നാണ് ഈ പറയണത്. അപ്പോൾ ആളെന്നെ പറയണത് എങ്ങനെയാണ് ഈ കഥ ഇവിടെ വന്നതെന്ന് എനിക്കറിയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ അച്ഛനാണ് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ചാക്കോച്ചൻ്റെ സിനിമയിൽ അഭിനയിക്കാനായിട്ട് ആഗ്രഹിച്ച് നടക്കുകയാണെന്ന് പറഞ്ഞത്. ഞാനങ്ങനെ ആഗ്രഹിച്ച് നടന്നതൊന്നല്ല. അങ്ങനെ ഒരു ചാൻസ് ഒത്ത് കിട്ടി, അതിൽ അഭിനയിച്ചു. പക്ഷേ വീണ്ടും അഭിനയിക്കുന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. പിന്നെ ആരും എന്നെ വിളിച്ചില്ല. അപ്പോൾ ഇനി സിനിമയിലേക്ക് തിരിച്ചു വരുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇനി സിനിമയിലേക്ക് തിരിച്ചു വരില്ല. കാരണം ഇപ്പോൾ ഫാമിലി ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക, ആ ജീവിതമല്ല നല്ലത്. അല്ലാണ്ട് സിനിമാ ജീവിതം എന്ന് പറഞ്ഞാൽ അതൊരു ജീവിതമല്ലല്ലോ. 2 കുട്ടികളുണ്ട്. അപ്പോൾ ആ കുട്ടികളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നതിൻ്റെ മുഖത്ത് ആ സംഭാഷണത്തിലും ആ ചിറിയിലും കളിയിലും ഒക്കെ നമ്മുടെ പ്രിയത്തിൽ കണ്ട അതേപോലെ തന്നെയാണ് ജീവിതത്തിലും ആ കുട്ടിയെന്ന് നമുക്ക് ഇത് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ ചാക്കോച്ചൻ്റെ നായിക 26 കൊല്ലം കഴിഞ്ഞിട്ട് ഈ നായിക എവിടെയാണെന്ന്, ദീപാ നായർ എവിടെയാണെന്നൊക്കെ പലരും അന്വേഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും അതിനൊക്കെ എല്ലാവർക്കും ഇപ്പോൾ ഒരു ഉത്തരം കിട്ടിയല്ലോ. ആ ഉത്തരമാണ് ഇപ്പോൾ നമുക്കിത് കിട്ടിയത്. ദീപാ നായർ ഒരു പടം അഭിനയിച്ചിട്ട് വീണ്ടും അഭിനയിച്ചാൽ പക്ഷേ ചാൻസ് കിട്ടിയില്ല. ഇനി ഒട്ട് സിനിമയിലേക്ക് വരുന്നുമില്ല. എന്തായാലും നല്ല സുഖമായിട്ട് ജീവിക്കട്ടെ സുന്ദരിക്കുട്ടി. ഇത്രയല്ല നമുക്ക് പറയാനുള്ളൂ.